ചുനക്കരയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു. ചുനക്കര വടക്ക് മഞ്ജുനാഥ ഉദയകുമാർ, സഹോദരൻ സൂര്യകുമാർ, ചുനക്കര വടക്ക് കുഴുവേലിലേത്ത് പ്രദീപ് കുമാർ എന്നിവരുടെ കൃഷിവിളകളാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നശിച്ചത്. ഇത് മൂന്നാം തവണയാണ് വിളകൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നശിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. ചുനക്കരയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു. ചുനക്കര വടക്ക് മഞ്ജുനാഥ ഉദയകുമാർ, സഹോദരൻ സൂര്യകുമാർ, ചുനക്കര വടക്ക് കുഴുവിലേത്ത് പ്രദീപ് കുമാർ എന്നിവരുടെ കൃഷിവിളകളാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നശിച്ചത്. ഇത് മൂന്നാം തവണയാണ് ഇവിടെ കാർഷിക വിളകൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നശിക്കുന്നതെന്ന് കർഷകനായ പ്രദീപ് കുമാർ പറയുന്നു. കാട്ടുപന്നികളുടെ ശല്യം അതിരൂക്ഷമായ അവസ്ഥയിലാണ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചുനക്കര പഞ്ചായത്തിൽ അതിദാരുണമായ രീതിയിലാണ് കൃഷിക്കാരെ കഷ്ടത അനുഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ തടി വന്നു തുടങ്ങിയ തെങ്ങ് കാര്യങ്ങളെല്ലാം നശിപ്പിക്കുകയും വാഴ നശിപ്പിക്കുകയും അതേപോലെ തന്നെ കൃഷി നമുക്ക് ഒരു കപ്പയോ ചേമ്പോ ഒന്നും നടാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് കൃഷി ചെയ്താലും അതിനെ നശിപ്പിച്ച് കളയുക, വന്ന് കുത്തിയിളക്കി മണ്ണ് വരെ കുത്തിയിളക്കിയതിന് ശേഷം അത് മൊത്തം നശിപ്പിച്ച് അതിൻ്റെ കാമ്പെടുത്ത് തിന്നിട്ട് പോകുന്നൊരവസ്ഥയാണ്. ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ വസ്തുവിൽ ഞങ്ങളൊരു 50,000 രൂപയ്ക്ക് മുകളിൽ പല തരത്തിലുള്ള കൃഷികൾ നടത്തി. അത് മൊത്തം പല തവണയായിട്ട് വന്നിട്ട് കൃഷി ഈ പന്നികൾ വളരെ ദാരുണമായി. പഞ്ചായത്തോ കാര്യങ്ങളോ ഒന്നും ഇതിനെതിരെ നമ്മൾ പലപ്പോഴും കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടാകുന്നില്ല. അധികൃത ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണ കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഈ സമയത്ത് പറയുകയാണ്. ഉദയകുമാറിന്റെ കൃഷിയിടത്തിലെ തെങ്ങ്, വാഴ, ചേന, ചേമ്പ്, കുരുമുളക്, മഞ്ഞൾ, തേക്ക് എന്നിവയെല്ലാം കൂട്ടമായിട്ടെത്തിയ കാട്ടുപന്നികൾ കുത്തിമറിച്ച് നശിപ്പിച്ച നിലയിലാണ്. 250ഓളം അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ വെച്ചതിൽ ഇനി 50 തൈകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടുപന്നികൾ കൃഷികൾ നശിപ്പിച്ചത്. ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ പറയുന്നു. കൃഷിവകുപ്പ് കാട്ടുപന്നികളെ തുരത്തുന്നതിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. CDNet ന്യൂസ്, ചാരുമൂട്.